ഇതാണ് ഉണ്ണിക്കാമ്പ് അല്ലെങ്കിൽ വാഴൻ്റെ ട്യൂബ് എന്നൊക്കെ പറയും. വാഴ മുറിച്ചാൽ കിട്ടുന്നതാണ്, അല്ലാതെ നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നല്ല റൗണ്ട് ഷേപ്പിൽ മുറിച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു നാര് വരിക, അത് നമുക്ക് വിരലിൽ ചുറ്റിയാൽ മതി. വിരലിന് നല്ല സേഫ്റ്റിയാണ്. അങ്ങനെ ഫുള്ളായിട്ട് ഒരു ബൗളിലേക്ക് മുറിച്ചിട്ടെടുക്കുക. എന്നിട്ട് റൗണ്ട് ഷേപ്പിലാണ്, കണ്ടില്ലേ? അപ്പോൾ അതിന് ആവശ്യമുള്ളത് കുറച്ച് അട്ടിക്ക് വെച്ചിട്ട് കുനുകുന ഒരു കട്ടിംഗ് ബോർഡ് മേലെ വെച്ച് മുറിച്ചെടുക്കുക. നമുക്ക് വേണ്ടിയത് എടുക്കുക, ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കട്ടെ. നല്ല മൂടി വെച്ചാൽ മതി. നമ്മളെ വയറ്റിനൊക്കെ നല്ലതാണ്. ഇത് ഹെൽത്തി ആയിട്ടുള്ളതാണ്, ഒരു മായവും ചേർക്കാത്തതാണ്. എന്നിട്ടൊരു ചട്ടിയിലേക്ക് ഇട്ടിട്ട് അതിൽ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് നല്ലോണം വേവിച്ചെടുക്കുക. വെള്ളമൊന്നും ചേർക്കണ്ട. പിന്നെ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് കൂട്ടിയിട്ട് ചമ്മന്തിയിലാണ് ഉണ്ടാക്കുന്നത്. ആ വേവിച്ചത് അതിലിട്ട് അത് ഒരു ഉപ്പേരിയായ 2 സെക്ഷനായിട്ടാണ് വെക്കുന്നത്. ഇത് അടുത്തതാണ്. ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് മുളക് ഇട്ടിട്ട് ഹാഫ് വേവിൽ വെന്ത പയറാണ്, അതും ഇട്ടതിന് ശേഷം ആ വേവിച്ചതും അതിലേക്കിടുക. ഇതടുത്ത ഉപ്പേരിയായി. ഇത് സ്വന്തവും കഴിക്കുക, ചോറിനും കൂട്ടി കഴിക്കുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു ഐറ്റം കൊണ്ട് 2 സെക്ഷനാക്കിയിട്ട് ഉപ്പേരി വെക്കാം.